ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് പുളിയൊന്നും ഇല്ലാത്തൊരു പഞ്ഞിയപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് അളവിലാണോ എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാ അളവും എടുക്കണം കേട്ടോ. 2.5 കപ്പോളം സാധാരണ റേഷൻ കടയിലെ അരിയാണ് കേട്ടോ പച്ചരി. അതേ കപ്പിൽ തന്നെ 1/2 കപ്പോളം അവിലാണ്. വെള്ള അവിൽ വേണ്ടവർക്ക് വെള്ള അവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-4 തവണ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു 4 മണിക്കാണ്, വൈകുന്നേരമാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ശരിക്കും നന്നായിട്ട് കഴുകിയെടുക്കണം. അവിലൊന്നും ഇങ്ങനെ പൊടിയായിട്ട് പോകുമൊന്നുമില്ല, അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അത്രയും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഇതിന് മൂടി നിൽക്കണം കേട്ടോ. ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അവിലും അരിയും ഉലുവയും എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പുളിച്ച മണമൊന്നും വരില്ല. പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുതിർത്തി വെച്ചിട്ടുള്ള അതേ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് എണീറ്റ വഴിക്ക് അരച്ച് വെച്ചാൽ മാത്രം മതി. 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. അതിലെ വെള്ളം ഇതാ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ലൂസായി പോകരുത്. നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ എങ്ങനെയാണ് അരച്ചെടുക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ കറക്റ്റ് അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നിറഞ്ഞിങ്ങനെ നിൽക്കണ്ട മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 2ാമത്തെ തവണ അരച്ചെടുക്കുമ്പോൾ ഇതിൽ പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനത് മറന്നു പോയതുകൊണ്ട് അരച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/2 സ്പൂണോളം ഉപ്പും 1 സ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും. ഇനിയിപ്പോൾ മറന്നു പോയാലും കുഴപ്പമൊന്നുമില്ല, അതിലിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ ഞാൻ പറഞ്ഞ പഞ്ചസാര ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് നല്ലോണം പൊങ്ങി വരണം എന്നുള്ളവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. തേങ്ങാപ്പാലോ തേങ്ങയോ തേങ്ങാ വെള്ളമോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും വൈകുന്നേരം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കാലത്ത് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. നമുക്ക് ഡെയിലിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈസ്റ്റ് ഇടുമ്പോൾ നമുക്ക് ഈ ദഹന പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ കഴിയുന്നതും ഞാൻ ഈസ്റ്റ് ഉപയോഗിക്കാറില്ല. ഭയങ്കര പുളിച്ചിത്തേട്ടലൊക്കെയാണ് കേട്ടോ ഈസ്റ്റ് ചേർത്തിട്ട് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫുഡൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇനി ഇത് നമ്മൾ 1 മണിക്കൂറൊന്ന് അടച്ച് വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഒന്ന് ഫ്ലഫി ആയിട്ട് വരും. അതല്ല മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂടുള്ള ചെമ്പിൻ്റെ മേലെ ഇങ്ങനെ 1/2 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പതയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊങ്ങി വരില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ വേറെ തന്നെ ആയിരിക്കും. ഈ ഒരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. ഇതിന് ഒട്ടും തന്നെ പുളിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ടേസ്റ്റ് വ്യത്യാസങ്ങളോ ഉലുവ ചേർത്തതിൻ്റെ ടേസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇത് ദോശച്ചട്ടിയിലോ അല്ലെങ്കിൽ ഫ്രൈ പാനിലോ അപ്പച്ചട്ടിയിലോ വെള്ളയപ്പച്ചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കും. ഞാനിപ്പോൾ അവിടെ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഓട്ടടയൊക്കെ ഒഴിച്ചു കൊടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഹോള് വരുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള പുളിയൊന്നും ഇല്ലാത്ത ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത പഞ്ഞിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാറുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ട വീഡിയോയിൽ കറി റെസിപ്പി ഇട്ടിരുന്നില്ലേ, ചിക്കനും വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് കുറുമക്കറി. ആ കറിയാണ് മിക്കവാറും ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. വീണ്ടും ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കറിയൊന്നും വേണ്ടെന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. വളരെ നല്ലതാണ്. നമ്മളിതിലൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ എപ്പോഴും പ്രായമുള്ളവർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരപ്പം കൂടിയാണ് ഈ പഞ്ഞിയപ്പം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും മുട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഓട്ടട പോലെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ചില സമയങ്ങളിലൊക്കെ അരിയൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഹാർഡായി പോകും. പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ.
അപ്പോൾ അവിൽ ചേർക്കാൻ മറക്കരുത്. ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.